ഹലോ, അപ്പോൾ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു ശുഭദിനാശംസകൾ. ഇന്ന് രാവിലെ അത്യാവശ്യം നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. മഴക്കാറുണ്ടെങ്കിലും രാവിലെ എണീറ്റപ്പോൾ നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കൊരു പാട്ട് കേട്ട് തന്നെ തുടങ്ങാം. അങ്ങനെ എൻ്റെ പാട്ട് കേട്ട് തന്നെ എൻ്റെ അടുക്കളയിലെ ജോലിയൊക്കെ തുടങ്ങി. അപ്പോൾ രാവിലെ ഇതേ പാലൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ എഴുന്നേറ്റ് വന്ന് ലീവായതുകൊണ്ട് തന്നെ വേഗം തന്നെ എഴുന്നേക്കും. സ്കൂളിൽ പോകുന്ന ദിവസമാണ് മടി എഴുന്നേക്കാൻ. അങ്ങനെ എണീറ്റ് ചായയൊക്കെ കൊടുത്തു. ഞാനും ചായ കുടിച്ചു. പിന്നെ കുഞ്ഞിൻ്റെ തലയൊക്കെ ഒന്ന് എണ്ണയൊക്കെ പുരട്ടി കൊടുത്തു. അപ്പോൾ ലീവുള്ളപ്പോൾ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. അല്ലാത്ത സമയത്ത് വേഗം വെപ്രാളത്തിൽ ഓരോന്ന് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ ചേച്ചി അങ്ങോട്ട് വിളിച്ചു. എന്തിനാന്ന് പറഞ്ഞാൽ ഓമയ്ക്ക തരാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനിതാ പട്ടിയുടെ സൗണ്ടും. അപ്പോൾ ആരെങ്കിലും കയറി ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര കൊരയ. CID മൂസയ്ക്കകത്ത് നമ്മുടെ പട്ടിയില്ലേ, അതുപോലാണ് ചെല്ലുമ്പോഴത്തേന് ബഹളമാണ്. അപ്പോൾ കുറച്ച് ഓമയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതും എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും തോട്ടിൽ ഫുള്ളും വെള്ളം. ഒരാഴ്ചത്തെ മഴയല്ലേ, അപ്പം മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം ചെളിയും തോട്ടിൽ കൂടെ നല്ല വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് കഴിക്കാനായിട്ട് ഇടിയപ്പമാണ്. അപ്പോൾ പിള്ളേർക്ക് ലീവായതുകൊണ്ട് ഇടിയപ്പം മതി. അപ്പോൾ ഇടിയപ്പത്തിനുള്ള മാവ് വേഗം റെഡിയാക്കി. ഇപ്പോൾ കുഞ്ഞ് എണീറ്റ് വരുമ്പോഴത്തേന്, ചെറിയ ആളെ എഴുന്നേറ്റ് വരുമ്പോഴത്തേന് ഈ പണി ചെയ്തില്ലെങ്കിൽ പിന്നെ എല്ലാം അങ്ങനെ കിടക്കും. അപ്പോൾ പെട്ടെന്ന് മാവൊക്കെ റെഡിയാക്കി നമ്മുടെ ഇടിയപ്പത്തിനുള്ള അച്ചെടുത്തു, എല്ലാം പിഴിഞ്ഞു, അടുപ്പേ വെച്ചു. പിന്നെ സമ്മന്തിക്കുള്ളത് അരച്ചു, തേങ്ങയും പച്ചമുളകും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അങ്ങ് സമ്മന്തി അങ്ങ് അരച്ചു. അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോഴത്തേന് രണ്ടാമത്തെ ആൾക്ക് ചെറിയ പനിയും ജലദോഷമുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ വരെ പോകണം. അതുകൊണ്ട് ഇന്ന് നേരത്തെ എഴുന്നേറ്റ് വയ്യായിരുന്നു, ക്ഷീണമായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ. അപ്പോൾ പല്ലൊക്കെ തേച്ച് കൊടുത്തു. അവൾക്ക് പിന്നെ കഞ്ഞി മതിയെന്ന് പറഞ്ഞു. രാവിലെ ഇടിയൊന്നും കഴിക്കുകയില്ല. ക്ഷീണം വന്നാൽ പിന്നെ കഞ്ഞി മതി. മുഖം കണ്ടില്ലേ, വല്ലാതിരിക്കുന്നു, പനിയുടെ ഒരു ക്ഷീണമാണ്. അങ്ങനെ ഇവിടെ ഇടിയപ്പവും റെഡിയായിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് കഞ്ഞിയും കൊടുത്ത് ഞാനും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്.